ഈ കർണാടകയിൽ ഉണ്ടായ ഒരു വൻ ദുരന്തം അവിടുത്തെ ഒരു രാഷ്ട്രീയപരമായിട്ട് അതിനെ വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഭരണകൂടത്തിൻ്റെ വലിയൊരു പിടിപ്പുകേട്, അതിനകത്ത് തന്നെ ഒരു രാഷ്ട്രീയ യുദ്ധമാണ്. അതിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് ചാടിയത്. ഈ വിജയനാഥ്, ഈ ജലപ്രളയത്തേക്കാൾ ഭീകരമാവാൻ ജനപ്രളയം. വെള്ളമാണെങ്കിൽ അതിൻ്റെ ആ ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഒഴുകൂ. ജനങ്ങളാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൂടാ. അവരുടെ മനോനിലയുടെ ആ നിലവാരം അനുസരിച്ച് അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും കർണാടകത്തിൽ നടന്നത് ഒരു ഹ്യൂമൻ മെയ്ഡ് ട്രാജഡിയാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തം, ഒരു സംശയമില്ല. കുറച്ച് നാൾ മുമ്പിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് ഇതേ മഹാനഗരത്തിൽ തന്നെ ഇത്ര കോടി രൂപയുടെ IT ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു മഹാനഗരത്തിൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൈബർ വാലി എന്നൊക്കെ പറയാവുന്ന, സിലിക്കോൺ വാലി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മഹാനഗരം, ആ ഒരു മഹാനഗരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ജനങ്ങളുടെ ജീവന് ഭീഷണിയായിക്കൊണ്ട് ആ വെള്ളം വല്ലാതെ നിറഞ്ഞു നഗരത്തിൽ. നഗരത്തിലെ റോഡുകൾ മുഴുവൻ സഞ്ചാരയോഗ്യമല്ലാതായി. ആളുകളുടെ ജീവന് ഭീഷണിയായി. കുറേ പേര് മരിക്കുകയും ചെയ്തു. കുറേ പേരുടെ വീടുകൾ അങ്ങനെ അവിടെ താമസ സൗകര്യങ്ങളില്ലാതായി, കടകൾ പോയി. വെള്ളപ്പൊക്കത്തിനെ നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനവും, കാലാവസ്ഥാ പ്രവചനം മുൻകൂട്ടി നടന്നിട്ടും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം നഗരത്തിൽ ഒരു ആസൂത്രണമില്ലായ്മ നേരത്തെ തന്നെ ഉണ്ട്. അതുകൂടാതെയാണ് ഭരണകക്ഷി മന്ത്രിസഭയിൽ, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ ഒരു കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെ പ്രതിഫലനങ്ങൾ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, 3 പേരാണിപ്പോൾ ഭൈമി കാമുകന്മാരായിട്ടുള്ളത്. സിദ്ധരാമയ്യ എന്തു വന്നാലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല, ഇതെൻ്റെ അവസാനത്തെ ഊഴമാണ്, അതുകൊണ്ടെന്നും പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ് കസേരയിൽ സിദ്ധരാമയ്യ. അതുകൂടാതെ ജി പരമേശ്വര എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് ഈ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ ഞാൻ യോഗ്യനാണ്. KPCC പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ആളാണ്, കർണാടക PCC. അതുകൂടാതാണ് നമ്മുടെ DK ശിവകുമാർ, ദ ഫണ്ട് റൈസർ ആൻഡ് ഓർഗനൈസർ. അതിന് അദ്ദേഹത്തെ കവിഞ്ഞ ആരുമില്ല. BJPയെ തോൽപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ആൾ DK ശിവകുമാറാണ്. പണം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാടക ശക്തി കൊണ്ടും വിജയിച്ച ആളാണ്. കാര്യമൊക്കെ ശരിയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയോട് അടുത്തും വരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പദം കിട്ടാത്തതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും വലിയ പ്രതിഷേധം. അതുകൊണ്ട് ഈ തൻ്റെ 2 പ്രതിയോഗികൾക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി ശരിക്കും ഈ DK ശിവകുമാറാണ് ഇതിന് കാരണഭൂതനാണ്. അപ്പം മരണത്തിനെന്നല്ല ഞാൻ പറയുന്നത്, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ. അതായത് ബാംഗ്ലൂരിൻ്റെ ടീം അതൊരു ഒഫീഷ്യൽ ടീം പോലും അല്ല, അതൊരു ക്ലബ്ബാണ്. ആ ക്ലബ്ബ് ജയിച്ചു വന്നപ്പോൾ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അറിയാം ആ പേരെന്തിൻ്റെയാണെന്നറിയാം? റോയൽ ചാലഞ്ചേഴ്സ്, മദ്യത്തിൻ്റെ പേരാണത്. അറിയാം, മദ്യത്തിൻ്റെ പേരിന് പരസ്യം കൊടുക്കാനുള്ള ഒരു ക്ലബ്ബാണത്. ആ ക്ലബിൻ്റെ ടീം അപ്രതീക്ഷിതമായിട്ട് ജയിച്ചു വന്നു, ആദ്യമായിട്ട് ജയിച്ചു വന്നു. ആഘോഷിക്കേണ്ടത് തന്നെ. അവർ ഈ ക്ലബിൻ്റെ ഒരു ബാറിലോ അവിടെയും കാണാൻ പോയിരുന്ന് ആഘോഷിച്ചാൽ പോരായിരുന്നു. ഈ മഹാനഗരമെന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടത്തെ ബാംഗ്ലൂരും അല്ല, അറിയാം വിജയനാഥിന്. വീർപ്പുമുട്ടുന്ന ഒരു നഗരമായി മാറിക്കഴിഞ്ഞു. തണുപ്പില്ലാത്ത നഗരമായിട്ട് മാറിക്കഴിഞ്ഞു. സദാ ചൂടായിട്ട്, നട്ടുച്ചയ്ക്ക് പോലും തണുപ്പ്. നമ്മുടെ പൊന്നൂടിയിലെ പോലെ, ഊട്ടിയിലെ പോലെ, ഊട്ടക്കമണ്ടിലെ പോലെ, നീലഗിരിയിലെ പോലെ ഒക്കെ നമുക്ക് എപ്പോഴും തണുപ്പ് തന്നുകൊണ്ടിരുന്ന നഗരം ഇന്ന് തണുപ്പ് കാലത്ത് പോലും അത്യുഷ്ണം ഉണ്ടാക്കുകയും വെള്ളം ആവശ്യത്തിന് കിട്ടാതിരിക്കുകയും, കാവേരി വറ്റിപ്പോയി. ഇവിടെ വെള്ളം കുടിച്ച് കാവേരിക്ക് പോലും ദാഹിക്കുന്ന ഒരു മഹാനഗരത്തിലാണ്. എന്നിട്ട് ഈ സിദ്ധരാമയ്യ എന്താ ചെയ്തത്? ആസൂത്രണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വഴി നഗരത്തിൽ വീട് വയ്ക്കാനുള്ള പറമ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ധാരാളമായിട്ട് ബുക്ക് ചെയ്തു വെച്ചു. ഇതാണ് ചെയ്തത്. അഴിമതിയാണെന്ന് തെളിഞ്ഞു, അദ്ദേഹം തിരിച്ചു കൊടുത്തു. ശരി തന്നെ. പിന്നെ ഈ വാഗ്ദാനങ്ങൾ, വൻപിച്ച വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവർ ഭരണത്തിൽ വന്നത്. അത് ചെയ്യാൻ എല്ലാ സൗജന്യം, ഗ്യാസ് സൗജന്യം, ഇലക്ട്രിസിറ്റി സൗജന്യം, യാത്രാ സൗജന്യം. ഒറ്റയൊരെണ്ണം ഇതുവരെ നടപ്പാക്കിയില്ല, ഫണ്ടില്ല, പൈസയില്ല. അങ്ങനെ ഭരണത്തിലെ പിടിപ്പുകേട് വളരെ ആഴത്തിൽ കേരളത്തിലെ പോലെ അവിടെ ദൃശ്യം. അതിനു പുറമെയാണ് ഈ പ്രളയം വന്നപ്പോൾ
അതിന് മുൻകരുതലെടുക്കണ്ടേ ഒന്നാമത്. പ്രളയപൂർവ്വ ശുചീകരണം ഉണ്ടല്ലോ, അത് നടന്നിട്ടില്ല. അതുപോലെ തന്നെ നഗരത്തിലെ ഈ തണ്ണീർത്തടങ്ങളിലേക്കുള്ള ഈ വെള്ളത്തിൻ്റെ ഫ്ലോ സുഗമമാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുണ്ടാവണമല്ല. ഈ ഓട ക്ലീൻ ചെയ്യണം, പ്ലാസ്റ്റിക് മാറ്റണം. ഈ മഹാനഗരത്തിൽ അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കടൽ തിരകൾ പോലെ ഉള്ള തിരകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ അവിടെ പോയിരുന്നോ? ജനാത് കണ്ടിരുന്നോ ആ വെള്ളപ്പൊക്കം? അത്തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കമാണ് അവിടെ ഉണ്ടായത്. വലിയ നാണക്കേടാണ് ഈ മഹാനഗരത്തിന്. കാരണം എന്താണ്? ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ടെക്നോക്രാറ്റുകൾ, അതുപോലെ തന്നെ ഈ വിസ്കിറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ഈ IT ടെക്നോളജിയിൽ വിദഗ്ധരായിട്ടുള്ളവരൊക്കെ വരുന്ന ഒരു മഹാനഗരമാണ്. ഇത്രയും നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയുടെ തന്നെ പേര് ചീത്തയാക്കുന്ന വിധത്തിൽ ഇങ്ങനെയായി. ലോകത്തിലെ ഏതെങ്കിലും സിലിക്കോൺ വാലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശം ഇങ്ങനെ ആയതായിട്ട് കേട്ടിട്ടുണ്ടോ മുമ്പ് എവിടെയെങ്കിലും? പോട്ടെ, ഇന്ത്യയിലെ തന്നെ സിലിക്കോൺ വാലിയായ ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, ട്വിൻ സിറ്റീസ്, അവിടെ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചായിട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇവിടെ മാത്രം. ഇത് പണ്ടങ്ങ് ചരിത്രത്തിലൊരിക്കലും പറ്റാത്ത രീതിയിലുള്ള നാണക്കേടാണ് മഴക്കെടുതി അവിടെ ഉണ്ടാക്കിയത്. അതുകൂടാതെയാണ് ക്രിമിനലായിട്ട് ഒരു ഭരണകൂടം പെരുമാറുന്നതിൻ്റേതായിട്ടുള്ള അവരുടെ പിടിപ്പുകേടിൻ്റേതായിട്ടുള്ള ഒരു ചിത്രം. അല്ല വിജയനാഥ്, ഇതിലെ പ്രധാന പോയിന്റ് ഇതാണ്. അതായത് 32,000 പേർക്കിരിക്കാൻ മാത്രമുള്ള സൗകര്യമേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുള്ളൂ. ചിന്നസ്വാമി സ്റ്റേഡിയം അറിയാമല്ലോ, നമ്മളെപ്പോഴും വളരെ തിരക്കുള്ള പ്രദേശമാണ്. അതിന് ചുറ്റും തിരക്കേറിയ ഒരു പ്രദേശത്താണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം നിൽക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് 32,000 പേര് മാത്രം കടക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് വന്നത് എത്രയാണെന്നറിയോ? അതിൻ്റെ 10 ഇരട്ടി പേര്, ഏതാണ്ട് 12 ലക്ഷം പേരാണ് അവിടെ വന്നത്. ഇവരെ നോക്കാനായിട്ട് എത്ര പോലീസാണ് ഉണ്ടായിരുന്നത്? നഗരത്തിൽ ആകെയുള്ള പോലീസ് 5000 പോലീസുകാർ ആകെ ഉണ്ടായിരുന്ന പോലീസ്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാനായിട്ട് പാസ് കൊടുക്കണമെന്ന് പറഞ്ഞു. പാസ് കൊടുക്കാമെന്ന് സംഘടന പറഞ്ഞു. പക്ഷേ പാസ് ഇല്ലാത്തവരെയും കയറ്റി അങ്ങ് വിട്ടു. അവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത്. പാസ് നമുക്ക് 32 അല്ലെങ്കിൽ 30 ക്രമീകരിക്കായിരുന്നു. ഈ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പരാജയമാണ്. ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണ്. തന്നെയുമല്ല ചെയ്യുന്നത്, വലിയൊരു പരാജയം ഗവൺമെൻറ്റിന് അവിടെ പറ്റി. അന്ന് വൈകുന്നേരം വരെ ഈ സ്റ്റേഡിയം ഇതിനായിട്ട് കൊടുത്തില്ല. അതിന് തൊട്ട് മുമ്പ് വരെ ഈ ട്രാജഡി നടക്കുമ്പോൾ എന്താ സിദ്ധരാമയ്യ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ ഈ പരിപാടിക്ക് പെർമിഷൻ കൊടുത്തില്ല. അങ്ങേരെ അറിയുന്നില്ല. എന്നിട്ടോ DK ശിവകുമാർ അവിടെ പോയിട്ട് ആ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിളക്ക് കത്തിച്ചു. അവിടെ വലിയ സെലിബ്രേഷൻസ് അദ്ദേഹം നടത്തി, കൈയടിച്ച് പ്രകടനം എന്ന് മാത്രം വലിയൊരു ദുരന്തം കൂടെ ഉണ്ട്. ഈ 11 പേരുടെ കൊച്ചുകുട്ടികളാണെല്ലാം, പ്രായക്കാരായ ചെറുപ്പക്കാരായ കുട്ടികൾ. നമ്മുടെയൊക്കെ കുട്ടികളാണ് ഇതുപോലെ പെട്ടിരുന്നെങ്കിൽ നമുക്ക് ചങ്ക് പൊട്ടി നമ്മൾ മരിക്കില്ലേ? അതുപോലത്തെ ഒരു ദുരന്തം നടന്നിട്ട് ഈ ട്രോഫി കിട്ടിയ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതറിഞ്ഞിട്ടും ആഘോഷം നിർത്തിയില്ല, തുടരുകയായിരുന്നു. അത് ഈ കുറേ താരപരിവേഷങ്ങളുണ്ട്. ഇത് കായിക രംഗത്തും കലാരംഗത്തും ഉണ്ട്. ഇനിയപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പം സമീപത്ത് തന്നെ ഇനിയും മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നു. വൻ കരുതലില്ലെന്നുണ്ടെങ്കിൽ, കരുതൽ എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷാ സന്നാഹങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ, ഈ ക്രൗഡ് മാനേജ്മെന്റ് വേണ്ട വണ്ണം പ്രവർത്തിച്ചില്ല എങ്കിൽ ദുരന്തം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ വേടനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത്. വേടൻ വരുന്നിടത്തു എന്ന് പറയും, ഇതെന്താ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ മലയാളത്തിലെ കുറെ താരപുങ്കവന്മാരുണ്ട്. അവരിങ്ങനെ എഴുന്നള്ളുമ്പോഴും ചുറ്റിനും കുറെ മല്ലന്മാരെയും ഇങ്ങനെ കൊണ്ടുവന്ന് അവർ തന്നെ തിരക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജൻ തന്നെ അറിയാമല്ലോ, തിലകനെ പോലുള്ള മഹാനടൻ പൊതു ഇടങ്ങളിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. യാതൊരു ഒരു നാട്യവുമില്ലാതെ ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത്, ഈ രാജാക്കന്മാർ തന്നെ. അതെ, ഈ താരരാജാക്കന്മാരെ, ഈ ആരാധകരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താരരാജാക്കന്മാർ എന്ത് ചെയ്തു? ഈ ആരാധകർ, ഇവരെ ആരാധിച്ചിരുന്നവർ, ഇവരോടുള്ള ആരാധന കൊണ്ട്, സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് വന്നത് ആ സ്റ്റേഡിയത്തിലേക്ക്. എന്നിട്ട് പരിക്ക് പറ്റി പലരും ഇപ്പോൾ കിടക്കുകയാണ് ആശുപത്രിയിൽ. അവരെല്ലാം, ഈ മരിച്ചവരും ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നത്. എന്നിട്ട് ഇവരോട് എന്തെങ്കിലും ഒരു സ്നേഹം തിരിച്ച് ഈ താരത്തിനുണ്ടായിരുന്നെങ്കിൽ, ആ താരസംഘത്തിനുണ്ടായിരുന്നെങ്കിൽ 1 മിനിറ്റ് ഒരു മൗനം ആചരിക്കത്തില്ലേ? അത് എന്തോ വലിയൊരു സിക്സർ അടിച്ച പോലെ ഒരാഘോഷമാക്കി അങ്ങ് ആഘോഷിക്കുകയായിരുന്നല്ലേ? പുനർവിചിന്തനം വേണ്ടതല്ലേ? ഇങ്ങനെ അന്ധമായിട്ട് താരങ്ങളെ ആരാധിച്ചു കൊണ്ട് നടക്കേണ്ടതായിട്ട് ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ നമ്മളിങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ വിഗ്രഹങ്ങളാക്കേണ്ടതുണ്ടോ?
ഈ വിഗ്രഹങ്ങളാക്കുന്ന അല്ല, അവരുടെ കളി കണ്ടു, ശരി, ഓക്കെ, അവർ കളിയിൽ സമർത്ഥരാണ്. അതെ, നടൻ, അവന്റെ നടനം കണ്ടു. അല്ലാതെ അവര് ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ പണ്ട് കുറെ കാലത്തിന് മുമ്പ് ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിലെ താരരാജാക്കന്മാരുടെയൊക്കെ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ട് അതിൽ പാലഭിഷേകം നടത്തും ഓരോരുത്തരെ, ഫാൻസ് അസോസിയേഷൻ പറഞ്ഞു. വീട്ടിൽ ഓരോ പാല് വാങ്ങിച്ചു കൊടുക്കാത്തവനാണ് ഇവിടെ ഈ നടൻ ഇതിന്റെ ഈ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നത്. ഭ്രാന്തെന്നല്ല ഇതിനെ പറയാം. നിങ്ങൾക്ക് സൗകര്യമായിട്ട് നിങ്ങളുടെ വീടുകളിൽ ക്രിക്കറ്റ് കണ്ടിരുന്നത് പോലെ തന്നെ വീടുകളിലിരുന്നത് ഇത് കണ്ടുകൂടായിരുന്നോ? ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇരുന്ന് കാണാമായിരുന്നു. വിജയനാഥ നേരിട്ട് കണ്ട ഒരു സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊച്ചു പിള്ളേരെ, നിക്കറിട്ട പിള്ളേരെയാണ്, കൊച്ചു പിള്ളേരെയാണ്, അവരെ എടുത്തുകൊണ്ട് പോവുക. അവരാണ് താരങ്ങളായിട്ട് വരുന്നത്. ആ താരങ്ങളെ ഓരോരുത്തരെയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോഴും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്ത് പരിസരത്ത് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പോഴും അവിടെ താരബഹളം, ഇങ്ങനെ അതിൻ്റെ വെടിപടക്കങ്ങളും അതുപോലെ തന്നെ ആരാധനയുടെ മ്യൂസിക്കും ഒക്കെ സുംബ ഡാൻസും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ചിയേഴ്സ് വിളികളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു ബാറിൽ കൊണ്ടുവച്ച് നടത്തിയിട്ട് ഈ ജനങ്ങളെ വെറുതെ വിട്ടുകൂടെ? ഇത്രയും വലിയ തിരക്കുള്ള ഒരു നഗരത്തിൽ അങ്ങനെ ചെയ്തുകൂടാ? അത് വേറെ ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ പറയുന്ന ഈ ആരാധകരുടെ തിക്കും തിരക്കും ഉണ്ടാകാവുന്ന സന്ദർഭങ്ങളിൽ കടൽ തീരത്തേക്ക് അങ്ങ് മാറ്റുക. അപ്പോൾ കടലിൽ മുങ്ങി ചാവുമോ എന്നൊരു ചോദ്യം വരാം. അതിന് കടലിൻ്റെ തീരത്ത് മാത്രം ആളുകളെ നിരത്തിയാൽ മതിയല്ലോ, പോലീസിനെയും സെക്യൂരിറ്റിയെയും. വിശാലമായ പറമ്പിലെ വിശാലമായിട്ട് കടൽ തീരത്ത് അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറയും. കാരണം വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. അതിന് ഗേറ്റുകളില്ല. ഈ കർണാടക ഗവൺമെൻറ് തന്നെയാണ് വിജയനാഥെ പറഞ്ഞത്, 22 പേര് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തെറ്റായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാക്കി ആശയക്കുഴപ്പത്തിൽ. ഒരു അനൗൺസർ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നത് ഗവൺമെന്റിന്റെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല. പ്രയാഗ്രാജിലേക്ക് പോയ 22 പേര് മരിച്ചപ്പോൾ എന്തിനായി കുംഭമേളയൊക്കെ നടത്തിയത് നിങ്ങൾ? അപ്പോൾ ഗവൺമെന്റിനോട് സ്വാഭാവികമായും ചോദിക്കാനുള്ള വ്യക്തമായ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഈ പെർമിഷൻ കൊടുത്തത്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ക്രൗഡിനെ ഈ മഹാനഗരത്തിൽ, അല്ലെങ്കിൽ തന്നെ വലിയ തിരക്കുള്ള ഈ നഗരത്തിൽ നിങ്ങൾ എന്തിന് അനുമതി കൊടുത്തു? ഈ ചോദ്യം പ്രസക്തമല്ല. എന്ന് മാത്രമല്ല, ഈ 12 ലക്ഷം എന്നുള്ളത് 32,000 പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം. ആ 32 അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുമ്പോൾ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവണ്ടേ? പോലീസ് അവിടെ കമ്മീഷണർ എന്താണ് ചെയ്യുന്നത്? നേരം പോലീസ് കമ്മീഷണർ കാണണ്ടേ ഇത്രയും തിരക്കുണ്ടാവും എന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിൻ്റെ പരിധിക്കുള്ളിലാണല്ലോ ഇത്. ക്യാമറ വഴി അദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതല്ലേ? എല്ലാവിധ സൗകര്യങ്ങളും ക്യാമറകളും എല്ലാം നഗരത്തിൽ നിരത്തിയിട്ടുണ്ട്. അതുവഴിയെങ്കിലും കണ്ടുകൂടായിരുന്നു തിരക്ക് കൂടുന്നത്? അപ്പം തന്നെ നിയന്ത്രണം എടുത്തറി നഗരത്തിലേക്കുള്ള വീതികൾ കട്ട് ഓഫ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സ്റ്റേഡിയം കംപ്ലീറ്റ് ക്ലോസ് ചെയ്യേണ്ടതല്ലേ? എല്ലാ ഗേറ്റുകളും ക്ലോസ് ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് 2 ഗേറ്റ് ആദ്യം തുറന്ന് മുഴുവൻ ഗേറ്റും കൊണ്ട് അവസാനം അങ്ങ് തുറന്നു കൊടുത്തു. ഇതുപോലൊരു വിഡ്ഢിത്തം ആരെങ്കിലും ചെയ്യും? ഉമാ തോമസിൻ്റെ പരിപാടി നമ്മുടെ ഇവിടെ നടന്നല്ലോ, കലൂർ സ്റ്റേഡിയത്തിൽ. അതുപോലൊരു മണ്ടത്തരമല്ലേ കാണിച്ചത്? അവിടെ പിന്നെ പിടിക്കാനായിട്ടൊരു സാധനം ഉണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുക. പിടിച്ചു കഴിഞ്ഞപ്പോൾ താഴെ വീഴുമ്പോഴും സജി ചെറിയാൻ അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ തന്നെ നിന്നു. അതൊരു റിബണായിരുന്നു. റിബണിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ MLA തറയിലേക്ക് തലകുത്തി വീഴുകയായിരുന്നു. ആ അബദ്ധമാണ് കാണിച്ചത്. അതുപോലൊരു സംഭവമാണ് ഇവിടെ നടന്നത്. ആ ഗേറ്റ് അടയ്ക്കേണ്ട സമയത്ത് എല്ലാ ഗേറ്റും തുറന്നു വിട്ടു. എന്നിട്ട് പോലീസ് അടിയും തുടങ്ങി. പോലീസ് ഒരു കുട്ടി പറയുന്നത് ചിന്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അവിടെ പുസ്തകങ്ങളുമായിട്ട് പോയതായിരുന്നു. ആ പുസ്തകങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവൾ ഇങ്ങനെ ഒന്ന് കുനിഞ്ഞപ്പോഴത്തെ അവളുടെ മുകളിലേക്ക് 100 കണക്കിന് ആൾക്കാരാണ് വന്നു വീണത്. 100 കണക്കിന് ആൾക്കാർ. അപ്പം തന്നെ മരിച്ചു. ചിന്മയ എന്ന് പറയുന്ന പെൺകുട്ടി, മിടുക്കി സമർത്ഥയായിട്ടുള്ള ഉടുപ്പിക്കാരിയായ പെൺകുട്ടി. അങ്ങനെ എത്ര കൊച്ചുകുട്ടികൾ, സുന്ദരികളുമായിട്ടുള്ള കൊച്ചുകുട്ടികൾ, ഭാവിയുടെ പ്രതീക്ഷകൾ. ഇനി ഒരിക്കലെങ്കിലും അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ അച്ഛനും അമ്മയ്ക്കും? ഈ മഹാപരാധം, ഈ മന്ത്രിസഭയുടെ അതുപോലെ ആഭ്യന്തരമന്ത്രി, പോലീസുകാർ, ഇവരൊക്കെ എന്തു ചെയ്യുമായിരുന്നു? എന്തായാലും ഹൈക്കോടതി കേസെടുത്തിട്ടുണ്ട്, സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈകിയാണെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ഇതിലെ പ്രതികളാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ആഭ്യന്തര വകുപ്പ്, ഉപമുഖ്യമന്ത്രി അതുപോലെ മുഖ്യമന്ത്രി, ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു പരിപാടി നടക്കുന്നത്. പെർമിഷൻ കൊടുത്ത കാര്യവും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. വൈകിയാണ് അദ്ദേഹം അറിയുന്നത്. DK ശിവകുമാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കരഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുമോ? അദ്ദേഹം അവിടെ സ്പോട്ടിലുണ്ട്. ഈ അദ്ദേഹത്തിന് പറഞ്ഞുകൂടായത് ഈ മരണമുണ്ടായി, മിനിറ്റിന് വെച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ അവർക്കൊക്കെ.
ഇവിടെ നിർത്തണം പരിപാടി എന്നൊരു വാക്ക് അദ്ദേഹത്തിന് പറഞ്ഞുകൂടായിരുന്നു. ആഘോഷ ലഹരി എന്ന് പറഞ്ഞാൽ തലയ്ക്കുള്ള ലഹരിയും കൂടെ പിടിച്ചുള്ള അവസ്ഥയിലായിരുന്നു അത്. തലയ്ക്ക് ബോധമില്ലാതെയായിരുന്നു ഇത് നടത്തുന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് വിജയനാഥെ. നമുക്കിതൊരു വാർത്ത മാത്രമാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ എന്നേക്കുമായിട്ടുള്ള ഒരിക്കലും കയറാനാവാത്ത ദുഃഖത്തിലേക്കുള്ള ഊപ്പൂത്തലാണ്, വീഴ്ചയാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.